മോനെ, എന്റെ മോൻ തറവാട്ടിൽ മാന്ത്രികനാകാൻ പോകയാ. അമ്മയ്ക്ക് ചിലതൊക്കെ പറയാനുണ്ട്. നിന്റെ സ്വഭാവമെല്ലാം മാറ്റി നല്ലവനും ഭക്തനുമായി ജീവിക്കണം. നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കളഞ്ഞു കുളിക്കരുത്. മാന്ത്രികന്റെ സിദ്ധികളുടെ രഹസ്യം ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യം ജീവിതകൃതമായിരിക്കണം. കുമാര, കുമാര, നിലവരുടെ കഥ കടച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കൂ. കിണ്ടിയെടുത്ത് ഇടത് കൈ വെള്ളയിലും ഭസ്മമെടുത്ത് വലത് കൈ വെള്ളയിലും വയ്ക്കൂ. ഇതുപോലെ നിൽക്കൂ. ഗരുഡസേവയ്ക്കുള്ള മൂലമന്ത്രമാണ് ആദ്യം ഞാൻ ഉപദേശിക്കാൻ പോകുന്നത്. ഗരുഡ പഞ്ചാക്ഷരം ചൊല്ലൂ. ക്ഷിപ ഓം സ്വാഹ, ക്ഷിപ ഓം സ്വാഹ, ക്ഷിപ ഓം സ്വാഹ, ക്ഷിപ ഓം സ്വാഹ, ഓം നമഃ പക്ഷിരാജായ, ഓം നമഃ പക്ഷിരാജായ, സർവവിഷഭൂതരക്ഷ, 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 സർവവിഷഭൂതരക്ഷ. ഞാൻ മരിച്ച് 41-ാം ദിവസം നീ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ചെന്ന് അറ തുറക്കണം. പീഠത്തിന് മീതെയുള്ള ഉടവാളെടുത്ത് ഗരുഡദേവനെയും മറ്റു മൂർത്തികളെയും ധ്യാനിക്കണം. പീഠത്തിൽ നിന്നും താളിയോല ഗ്രന്ഥം കരുതലോടെ എടുക്കണം. ഗ്രന്ഥങ്ങളിൽ രഹസ്യ മന്ത്രങ്ങളുണ്ട്. ഗ്രന്ഥങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞ് തിരിച്ചുകൊണ്ടുവയ്ക്കണം. പിന്നീട് ഒരിക്കലും അറപ്പുര നീ തുറക്കാനേ പാടില്ല. നിന്റെ പിൻഗാമിക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. മനസ്സിലായോ? മരണം ആസന്നമായി എപ്പോ തോന്നുവോ അപ്പോൾ തന്നെ പിൻഗാമിയെ കണ്ടുപിടിച്ച് മന്ത്രോപദേശം കൊടുക്കണം. ഈ നിലവറയുടെ സൂക്ഷിപ്പുകാരനാണ് അഞ്ചുതല നാഗം. മാന്ത്രികന് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. സങ്കടപ്പെടാതിരിക്കൂ കൂടപ്പിറന്നോളെ. എനിക്ക് അല്പം ഗംഗാജലം തന്നിട്ട് പിതൃക്കളെ ധ്യാനിക്കൂ. കുമാര, അറവാതുക്കൽ പോയി ഗരുഡോദ്യാനം ആരംഭിക്കൂ. ക്ഷിപ ഓം, ക്ഷിപ ഓം, ക്ഷിപ ഓം സ്വാഹ, ക്ഷിപ ഓം സ്വാഹ. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കൃഷ്ണപ്പുരം തരുന്നത് കണ്ടില്ലേ? ചിറക്കൽ കോവിലകത്തെ കാവിലമ്മേ, മങ്കുഅമ്മൂമ്മേ, പിതൃക്കളെ, കുലദേവതയായ ഗരുഡ ഭഗവാനെ, എന്റെ പൊന്നാങ്ങളെ ഏറ്റുകൊള്ളണമേ. എന്റെ പപ്പുവമ്മാവ, എന്നെ അനുഗ്രഹിക്കണമേ.